റമദാൻ 17 ബദർ ദിനം വെല്ലുവിളിക്കാണ്. ഞങ്ങൾ നടത്തുന്ന നേർച്ചകള്, ബദരീങ്ങളതോ മറ്റു മഹാന്മാരതോ ഞങ്ങൾ നടത്തുന്ന നേർച്ചകള് ഖുർആനിനും സുന്നത്തിനും എതിരാണെന്ന് തെളിയിച്ചാൽ, അത് പറ്റൂല എന്ന് പറയണ ആര് വന്ന് തെളിയിച്ചാലും നിങ്ങൾ പറയണ പോലെ കേൾക്കും. പിന്നെ ഒരു കാര്യം കൂടെ. അസ്സലാമു അലൈക്കും, ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു പ്രതികരണ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഈ വീഡിയോ അല്പ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ ഒരു ഉസ്താദ് വലിയൊരു വെല്ലുവിളിയാണ് നടത്തുന്നത്. എന്നാൽ ആ വെല്ലുവിളി വലിയൊരു ലോജിക്കൽ ഫാലസിയാണ്. എന്ന് പറഞ്ഞാൽ യുക്തിപരമായ പിഴവാണ് എന്ന് സാരം. അത് എങ്ങനെയാണ് യുക്തിപരമായ പിഴവ് എന്ന് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കുന്നതാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മളിതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാൻ പോകുന്നത്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ ഒരു വെല്ലുവിളി നടത്തിയപ്പോൾ അവിടെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. ആർക്കും അത് തെളിയിക്കുക, അവർ പറയുന്നത് അദ്ദേഹം അനുസരിക്കും അല്ലെങ്കിൽ അംഗീകരിക്കുമെന്നാണ്. പ്രിയ സഹോദര, ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും പറയുന്നതല്ല അനുസരിക്കേണ്ടത്, അംഗീകരിക്കേണ്ടത്. ഇവിടെ എൻ്റെ പരിമിതമായ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് താങ്കൾക്ക് ഞാൻ തെളിവ് നൽകുന്നത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെയാണ്. ആ പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിവ് നൽകുമ്പോൾ ദീനിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനനുസരിക്കുക, അതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കണ്ടതും കേട്ടതും വിശ്വസിക്കുകയും അതുപോലെ ആരെയും അനുസരിക്കുകയും ചെയ്യുന്നതാണ് താങ്കളെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലെ വെല്ലുവിളിക്കുവാനൊക്കെ പ്രേരിപ്പിക്കുന്നത് എന്ന് താങ്കൾ മനസ്സിലാക്കുക. ഇനി താങ്കൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഇത് കേൾക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പ്രമാണങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത സാധാരണക്കാരെ പറ്റിക്കാൻ ഇത്തരം ചീപ്പ് ടാക്ടിക്സുകൾ പ്രയോഗിക്കുന്നത് ശരിയല്ല. ഇന്ന് ഇദ്ദേഹം ഇവിടെ വിളിച്ച വെല്ലുവിളി എന്താണ്, ഇദ്ദേഹം പറഞ്ഞതിലെ യുക്തിപരമായ പിഴവെന്താണ്, ഇദ്ദേഹത്തിന് നൽകുവാനുള്ള പ്രമാണങ്ങളിൽ നിന്നുള്ള തെളിവെന്താണ് എന്നെല്ലാം അടിസ്ഥാനമാക്കി നമുക്ക് ഈ വിഷയത്തെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രമാണങ്ങളുടെ അഭാവം, ലാക്ക് ഓഫ് എവിഡൻസ് എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്നാണ് ഇദ്ദേഹത്തെ ഇത്തരമൊരു വീഡിയോയിലേക്ക് പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വേ ഓഫ് ലൈഫ്, ഒരു സമ്പൂർണ്ണ ജീവിത രീതിയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾക്ക്, രീതികൾക്ക് എല്ലാം തന്നെ വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട്, മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് നമുക്ക് എവിടെയാണ് കണ്ടെത്താൻ കഴിയുക? തിയോളജി, മതപരമായ തത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി പഠനം നടത്തുന്ന ആളുകൾക്ക് അത് കണ്ടെത്താൻ കഴിയും. പരിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായത്തിലെ 62-ാം വചനത്തിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായിക്കൊണ്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണത് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്കിവിടെ ആ ആയത്തും അതിൻ്റെ വാക്കർത്ഥവും കാണാൻ കഴിയും. അതിൻ്റെ ഒരു സാരാംശം ഇതാണ്. അള്ളാഹു ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കഷ്ടപ്പാടുകൾ നീങ്ങാൻ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കാനാണ്. ഇത് ആ സഹോദരൻ ഇവിടെ ജൽപ്പന രൂപത്തിൽ പറഞ്ഞു പോയ വാക്കുകളല്ല, പ്രമാണമാണ് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനാണ് പ്രമാണമായി പറഞ്ഞിട്ടുള്ളത്. ഈ കാണുന്ന ആയത്ത് ഞാൻ കാണിച്ചത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾ ഏതു നിലപാടിലാണോ നിലകൊള്ളുന്നത് ആ വിഭാഗത്തിൻ്റെ പരിഭാഷ അടക്കം അതിൻ്റെ വ്യാഖ്യാന സഹിതം നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ഇവിടെ പ്രമാണങ്ങളുടെ അഭാവത്തോടെ ചില ആളുകൾ ചില കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അതിന് തെളിവായിക്കൊണ്ട് പറയുന്നത് വെറും വാക്കുകളോ വായ്ത്താരികളോ അല്ല, പരിശുദ്ധ ഖുർആനിലെ ആയത്തു തന്നെയാണ്. പ്രിയ സഹോദര, ഉസ്താദെ, അള്ളാഹുവോട് ചോദിക്കുന്നതിന് പകരം ആടിനെയും കോഴിയെയും നേർച്ചയാക്കി ബിരിയാണി ചലഞ്ച് നടത്തിയാൽ ആപത്തുകൾ നീങ്ങിക്കിട്ടുമെന്ന് ഏത് കിതാബിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇസ്ലാമിൽ ഏതൊരു കാര്യം ആചാരമായിട്ടോ അനുഷ്ഠാനമായിട്ടോ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലോ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, ഇവർക്കതിന് വ്യക്തമായ ഒരു ഗൈഡ് ലൈൻസ് ഇല്ല. കിതാബിൽ നിന്ന്, കിതാബ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ മാത്രമല്ല, സ്വഹീഹായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോ വാക്കോ എന്തു തന്നെ വേണമെങ്കിലും എടുക്കാം. എന്നാൽ അവിടെയൊന്നും അത് കാണാൻ കഴിയില്ലെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, ഇത് വെറും സ്പിരിച്വൽ ബിസിനസ്, ആത്മീയ കച്ചവടം മാത്രമാണ്, അതല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ള
യാഥാർത്ഥ്യം. ഇവിടെ ഈ ഉസ്താദ് പറഞ്ഞ ഈ വിഷയത്തിൻ്റെ ചരിത്രപരമായ വസ്തുത, ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് അതെന്താണ്? ആരെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം, അതിന് ഏതൊക്കെ നിലയിൽ നമുക്ക് മനസ്സിലാക്കാം, നാം അത് വിശകലനം ചെയ്യണമെന്ന് ചിന്തിക്കാതെ നോക്കാതെ ഷെയർ ചെയ്യുമ്പോൾ അതിനടിയിൽ പോയി മാഷാ അല്ലയും പറഞ്ഞുകൊണ്ട് തമ്പും ലവ്വും മറ്റുള്ള സാധനങ്ങളും വാരിവിതറുമ്പോൾ നാം മനസ്സിലാക്കാതെ പോകുന്ന ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ചരിത്രപരമായ ചില സാഹചര്യങ്ങളെക്കുറിച്ച് കൂടി പഠനം നടത്തേണ്ടതുണ്ട്. ബദർ യുദ്ധത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം കഴിഞ്ഞ് പിന്നെയും നിരവധി വർഷങ്ങളാണ് ജീവിച്ചത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്ത് കാലത്ത് നിരവധി ബദർ ദിനങ്ങൾ റമദാൻ 17 വന്നു. എന്നിട്ടും ഒരു ബദർ ദിനം പോലും അനുഷ്ഠിക്കുവാൻ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ കൗലുമില്ല ഫിഅലുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രവാചകനൊപ്പവും പ്രവാചകന്റെ കാലശേഷവും നിരവധി സ്വഹാബാക്കൾ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നു. അവർക്കിടയിൽ പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു, ഇജ്മാഉകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സ്വഹാബി പോലും ബദർ ദിനത്തിൻ്റെ അന്ന്, റമദാൻ 17 അന്ന് ഈ പറയപ്പെട്ട ബിരിയാണി ചലഞ്ച് പോട്ടെ, എന്തെങ്കിലും ഒരു സംഗതി അനുഷ്ഠിച്ചിട്ടില്ല. പ്രവാചകന്റെ കാലശേഷം, സ്വഹാബാക്കളുടെ കാലശേഷം സ്വഹാബാക്കളിൽ നിന്ന് ദീനഭ്യസിച്ച താബിഈങ്ങളുണ്ടായിരുന്നു, തബഉ താബിഈങ്ങളുണ്ടായിരുന്നു. അവരിൽ തന്നെയുള്ള അഇമ്മത്തുൽ അർബഅ എന്ന് പറയുന്ന 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളടക്കമുള്ള പൂർവ്വസൂരികളായ എത്രയെത്ര പണ്ഡിത കേസരികളുണ്ടായിരുന്നു. എന്നാൽ അവരൊന്നും തന്നെ റമദാൻ 17 ബദർ ദിനം നടന്ന ദിവസമാണ് എന്നറിഞ്ഞിട്ട് പോലും അന്നൊരു മഹാമഹമോ അല്ലെങ്കിൽ ഇതുപോലെ പായസ ചലഞ്ചോ ബിരിയാണി ചലഞ്ചോ നെയ്ച്ചോർ ചലഞ്ചോ നടത്തിയിട്ടില്ല. അതല്ല ബദരീനോടുള്ള സ്നേഹം എന്നാണ് അവർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാം എന്ന ഈ ജീവിത പദ്ധതി, ഇസ്ലാം എന്ന ഈ മതം, ഇതിലേക്ക് പുണ്യമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ പഠിപ്പിച്ചു തരാത്ത, പ്രവാചകരിൽ നിന്ന് നേരിട്ട് ദീനഭ്യസിച്ച സ്വഹാബാക്കൾക്കറിയാത്ത ഈ പുണ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആഘോഷിക്കുന്ന ഈ അനാചാരം, ഇത് ഇവർ ആഘോഷിക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യലാണ്, അനാദരവാണത്. പ്രവാചകർ പഠിപ്പിക്കാത്തൊരു കാര്യമാണ്. കാര്യം, പുണ്യമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമ്പോഴാണ് അത് പുണ്യമാവുന്നത്. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെങ്കിൽ അത് അറിയിക്കേണ്ടത് പ്രവാചകനാണ്. നേരത്തെ പറഞ്ഞ വാക്ക് അടിവരയിട്ട് കൊള്ളുക, ഇത് പ്രവാചകനോടുള്ള അനാദരവല്ലാതെ മറ്റെന്താണ്? അങ്ങനെയെങ്കിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, പ്രവാചകനിൽ നിന്ന് ദീനഭ്യസിച്ച സ്വഹാബത്തെ കിറാം പഠിക്കാത്ത ഈ പുണ്യം ഉസ്താദ് പഠിപ്പിക്കുന്നുവെങ്കിൽ, പൊന്നുസ്താദെ, നിങ്ങൾ ഈ പറയുന്നതിൻ്റെ അറിവിൻ്റെ ഉറവിടം, ഈ പറയപ്പെട്ടതിൻ്റെ അറിവിൻ്റെ ഉറവിടം എന്താണ്? ഇന്ന് ഏതൊരു വിഷയത്തെക്കുറിച്ച് അറിയുവാനും ഏതൊരു മനുഷ്യനും ഇന്ന് ഫോൺ എടുക്കുന്നു, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. സെർച്ച് ബാറിൽ സെർച്ച് ചെയ്താൽ പോലും കിട്ടാത്ത ഇതുപോലെയുള്ള ഐറ്റങ്ങൾ എവിടെ നിന്നാണ് സുഹൃത്തുക്കളെ ഈ ഉസ്താദന്മാർക്ക് ലഭിക്കുന്നത്? ഇനി അദ്ദേഹത്തിൻ്റെ വെല്ലുവിളിയിലെ പൊള്ളത്തരം, അദ്ദേഹത്തിൻ്റെ വെല്ലുവിളിയിലേക്ക് വന്നാൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വെല്ലുവിളിയൊക്കെ നമ്മൾ കേട്ടതാണല്ലോ, ഇനിയും പറഞ്ഞ് ടൈം കളയുന്നില്ല. ഇത് തെളിയിച്ചാൽ അത് തെളിയിക്കുന്ന ആളുകൾ പറയുന്ന എന്തും അദ്ദേഹം ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതിനെയാണ് ഭൗതികമായ സത്യസന്ധത ഇല്ലായ്മ. നമുക്ക് പരിശോധിച്ച് നോക്കാം. അതിന് കുറേ കെട്ട് പുസ്തകങ്ങളുടെ ആവശ്യമില്ല. നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനുൽ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കാതെ നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും സ്വയം മനസ്സിലാക്കാവുന്ന ഒരു കാര്യം പറയാം. ഒരു കാര്യം ഇല്ല എന്ന് പറയാനല്ല തെളിവ് കൊണ്ടുവരേണ്ടത്, ഒരു കാര്യം ഉണ്ട് എന്ന് പറയാനാണ്. ഉദാഹരണം കേൾക്കണോ? ചൊവ്വയിൽ ബിരിയാണിക്കടയുണ്ട് എന്നൊരാൾ വന്ന് പറഞ്ഞാൽ അത് ഉണ്ട് എന്ന് പറയുന്ന ആളല്ലേ അതിന് തെളിവ് തരേണ്ടത്, അല്ലേ? ഒരാളിങ്ങനെ വെറുതെ നടന്നു പോവുകയാണ്, അപ്പോൾ പറയാണ് ചൊവ്വയിൽ ബിരിയാണിക്കട ഇല്ലാന്ന്. അല്ലെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. ചൊവ്വയിൽ ബിരിയാണിക്കട ഇല്ല എന്നുള്ളത് എന്നെപ്പോലെ ഞങ്ങൾക്കും അറിയാം. അത് പറയുന്ന കണക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്
ഒന്ന് ചെക്ക് ചെയ്യ്. ഇതല്ലേ നമ്മൾ പറയാ. എന്നാൽ ചൊവ്വയിൽ ബിരിയാണിക്കട ഉണ്ട് എന്ന് പറഞ്ഞാലല്ലേ നമ്മളതിന് തെളിവ് ചോദിക്കേണ്ടതും തെളിവ് നൽകേണ്ടതും. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു, ആവറേജ് ബുദ്ധിയുള്ള ഇസ്ലാം എന്തെന്ന് ബേസിക്കായിട്ടെങ്കിലും മനസ്സിലായ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിൽ അനാചാരങ്ങൾ കടത്തിക്കൂട്ടുന്നത്, ഇന്നോവേഷൻ ഇൻ റിലീജിയൻ, മതത്തിൽ പൊതു നിർമ്മാണമുണ്ടാക്കുന്നത്, ഇവിടെ നാം പറഞ്ഞ മതത്തിലെ പുതുനിർമ്മിതി ഉണ്ടല്ലോ, അതുതന്നെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ലാഘവത്തോടെയാണ് പറഞ്ഞതെങ്കിലും ഈ മതത്തിലെ പുതുനിർമ്മിതികൾ, അതാണ് ബിദ്അത്ത്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായിക്കൊണ്ട് ഇസ്ലാമിൽ നിഷിദ്ധമാക്കുകയും ചെയ്തതാണ്. എന്നാൽ ഈ പുതുനിർമ്മിതികൾ ഇസ്ലാമിൽ ഉള്ളതാണ് എന്ന ധാരണയോടെ വിശ്വാസത്തോടെ ഇവരിത് നെഞ്ചേറ്റുന്നത് എങ്ങനെയാണ്? അന്ധമായ അനുകരണം, ബ്ലൈൻഡ് ഫോളോയിങ് എന്ന് പറയും. ഇത് നമുക്ക് പൗരോഹിത്യത്തിൻ്റെ ഭാഷയിലും പറയാം, സാധാരണക്കാരായ നമ്മെപ്പോലെയുള്ള സാധുജനങ്ങളുടെ ഭാഷയിലും പറയാം. മുസ്ലിയാക്കന്മാരുടെ ഭാഷയിൽ ഇതിന് പറയുന്നത് തഖ്ലീദ് എന്നാണ്. മുഖല്ലിദീങ്ങളായ ഈ ആളുകൾ പരിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ എന്തെങ്കിലും തെളിവ് കാണിച്ചാൽ അതിനേക്കാൾ അവർ എടുക്കുക അവരുടെ പണ്ഡിതന്മാർ എന്നവകാശപ്പെടുന്ന അവർ വിശേഷിപ്പിക്കുന്ന ആളുകൾ പറയുന്നതാണ്. ഇത് പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കുവാൻ വളരെ ലളിതമായിട്ടൊരു കാര്യം പറയാം. ഞങ്ങളുടെ വാപ്പക്കാരണവന്മാർ ചെയ്തു പോന്നിരുന്നു, അതുകൊണ്ട് ഞങ്ങളും ചെയ്യും എന്നുള്ളതാണ്. ഇത് ഇസ്ലാമിൽ പരിചയമുണ്ടോ, പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതാണോ എന്നുള്ളതല്ല, ഞങ്ങളുടെ വാപ്പക്കാരണവന്മാർ എന്നുള്ളതാണ്. പണ്ട് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതും അതുതന്നെയായിരുന്നു എന്നുള്ളത് മറക്കാതിരിക്കുക. ഇതുതന്നെയാണ് ബ്ലൈൻഡ് ഫോളോയിങ് എന്ന് പറയുന്ന അന്ധമായ അനുകരണം അല്ലെങ്കിൽ പിൻപറ്റൽ. അതിനു തന്നെയാണ് ഉസ്താക്കന്മാർ അവരുടെ ഭാഷയിൽ പറയുന്ന തഖ്ലീദ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ മതത്തിലേക്ക് കടത്തിക്കൂട്ടുന്ന പുതുനിർമ്മിതികളായ ഈ പിഴച്ച ആചാര അനുഷ്ഠാനങ്ങൾ, ഇത് പുത്തനാചാരമാണ്, ബിദ്അത്താണ്, തള്ളപ്പെടേണ്ടതാണ്, മതത്തിൽ ഇതിനൊരു സ്ഥാനവുമില്ല എന്ന് എങ്ങനെയാണ് നാം മനസ്സിലാക്കുക? നമുക്ക് ഒന്നാമതായിക്കൊണ്ട് ഇത് മനസ്സിലാക്കുവാൻ പ്രമാണങ്ങൾ തന്നെയാണ് സ്വീകരിക്കാനുള്ളത്. അതോടൊപ്പം ഈ അന്ധമായ പിൻപറ്റൽ അല്ലെങ്കിൽ അനുകരണം എന്ന് പറഞ്ഞല്ലോ, അത് നമ്മിലേക്ക് വരാതിരിക്കുവാൻ നമുക്ക് വേണ്ടത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്, വിമർശനാത്മക ചിന്ത. ഇങ്ങനെയുള്ള ആളുകളെ വിമർശനാത്മകമായി ചിന്തിക്കുകയും അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ ശ്രമിക്കുകയും അന്ധമായി ഞാൻ നിങ്ങളെ പിൻപറ്റില്ല എന്ന് പറഞ്ഞാൽ കണ്ടതും കേട്ടതും വിശ്വസിക്കാൻ എനിക്ക് നിർവാഹമില്ല, ഞാൻ പ്രമാണങ്ങളിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ പ്രമാണങ്ങളിലേക്ക് മടങ്ങണമെങ്കിൽ നിങ്ങൾ വിമർശനാത്മക ചിന്തയോടെ ആ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട്. എന്നാൽ അത് യാഥാർത്ഥ്യബോധത്തോടെ, അതൊരു ബിദ്അത്താണോ, അത് സുന്നത്താണോ, അത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടതാണോ അല്ലാത്തതാണോ എന്നും മനസ്സിലാക്കുവാൻ നമുക്കിന്ന് നിലവിലുള്ളത് പ്രമാണങ്ങൾ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനാണ്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയാണ് എന്നുള്ള കാര്യം കൂടിയും ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പറയുമ്പോൾ ചില ആളുകൾ, തൽപര കക്ഷികൾ പറഞ്ഞേക്കാം യുക്തിവാദി, മതയുക്തിവാദി, വഹാബി എന്ന് പറഞ്ഞു വന്നേക്കാം. ഒരു പരിഭവമില്ല, നിങ്ങൾക്ക് എന്ത് വേണേലും വിളിക്കാം. എന്നാൽ ഇത് കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഖുർആൻ നമ്മോട് പലയാവർത്തി പറഞ്ഞിട്ടുള്ളത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്നാണ്. ചിന്തിക്കുന്നവർക്കേ ദൃഷ്ടാന്തമുള്ളൂ. ചിന്തിക്കാത്ത ആളുകളാണ് നേരത്തെ പറഞ്ഞ അന്ധമായി പിൻപറ്റുന്നവർ. അന്ധമായി പിൻപറ്റുന്നത് എന്തിനൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ കലാമിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നു ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തമുള്ളത് എന്നാണ്. തുടക്കത്തിൽ പറഞ്ഞ ആ വാക്ക് ആർക്കെങ്കിലും അലോസരമോ അല്ലെങ്കിൽ മനസ്സിലാകുകയോ വന്നാൽ ഏത് വാക്കെന്നറിയുമോ? ഒരു ആവറേജ് ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ, ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ചില ആളുകൾ പറയാറുള്ളത്. ആവറേജ് ബുദ്ധിയെങ്കിലും വേണമെന്നാണ് ഖുർആനിൽ നിന്ന് ഈ ഉള്ളവന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തം. ആരാണ് ചിന്തിക്കുക? അല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിലേ ചിന്തിക്കുള്ളൂ. മൃഗങ്ങൾക്ക് ചിന്തയില്ല. അവർക്ക് ലഭിച്ച തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് പഠിച്ചറിവില്ല അവർക്ക്. ഇനി പറഞ്ഞേക്കാൻ ചില മൃഗങ്ങൾക്കൊക്കെ ബുദ്ധി ഉണ്ട് എന്ന്. മനുഷ്യ സഹജമായ ചിന്താശേഷി അത് ബുദ്ധിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ്. ചിന്തിക്കാത്തത് ബുദ്ധിയില്ലായ്മ തന്നെയാണ്.
അപ്പോൾ അള്ള പറഞ്ഞിങ്ങനെ ചിന്തിക്കാനാ, ബുദ്ധി ഉണ്ടെങ്കിലേ ചിന്തിക്കുള്ളൂ. എന്നാൽ എല്ലാം നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാമെന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. പ്രമാണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും എന്നുള്ളത് കൂടി ഇവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇനി അദ്ദേഹം അല്പം കൂടി പറയുന്നുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഈ പ്രിയ ഉസ്താദിന് പറ്റിയത്, ഇതുപോലെയുള്ള ഉസ്താദുമാർക്ക് പറ്റിയത് നേർച്ചപ്പെട്ടിയുടെ താക്കോല് അത് അവരുടെ കയ്യിലുള്ളതാണ്. നേർച്ചപ്പെട്ടി എന്നുള്ളത് ഒരു ഉദാഹരണം പറയാണ്. അതുപോലെ പലതിൻ്റെയും താക്കോല് പൗരോഹിത്യ മതമാക്കി കൊണ്ടു നടക്കുമ്പോൾ അവരുടെ കയ്യിലുള്ള നേർച്ചപ്പെട്ടിയുടെ താക്കോലിട്ടുകൊണ്ട് ആ നേർച്ചപ്പെട്ടി തുറന്ന് അതിൽ കാണുന്ന ആ പളപള മിന്നുന്ന നോട്ടുകെട്ടുകളില്ലേ, അത് കാണുമ്പോൾ ഇവർ പല ഖുർആൻ ആയത്തുകളും അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങൾ മറക്കുന്നു, അല്ലെങ്കിൽ തൽക്കാലം നമുക്ക് മറക്കാമെന്നവർ അവരുടെ മനസാക്ഷിയോട് കള്ളം പറയുന്നു. ഇനി അദ്ദേഹം പറയുന്ന അല്പഭാഗം കൂടി ഒന്ന് കേട്ടു നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിന്റെ 2ാം വീഡിയോയിൽ ഞങ്ങൾ നടത്തുന്ന നേർച്ച എന്താന്ന് ഞങ്ങൾ പറയണ്ട്. നിങ്ങളെ DJ പാർട്ടി ഞങ്ങളെ മേൽ നിങ്ങൾ കയറ്റി വെക്കണ്ട. അത് ഞങ്ങൾ ഇതിൽ പെട്ടതുമല്ല. ഞങ്ങൾ എത്രോട്ടം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നടത്തുന്ന നേർച്ച എന്താന്ന് ഞങ്ങൾ പറയണ്ട്. 2ാം ഭാഗം കണ്ടിട്ട് തെളിയിക്കാൻ പറ്റുമോ? അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കി. മനസ്സിലായില്ലേ പ്രിയമുള്ളവരെ? ചെറിയൊരു വീഡിയോ ആണ്, ഇടയിൽ കട്ട് ചെയ്തത്. ബദ്രീങ്ങളുടെ നേർച്ച എന്ന് പറഞ്ഞിട്ട് പിന്നീട് കൊണ്ടുവന്നത് എന്തിലേക്കാണ്? ഞാൻ നേർച്ചപ്പെട്ടിയുടെ താക്കോലിൻ്റെ കാര്യം പറഞ്ഞ് വെറുതെ അല്ല. നേർച്ചപ്പെട്ടി മാത്രമല്ല, പൗരോഹിത്യ മതമാക്കി കൊണ്ട് നടക്കുന്ന ഇതിൽ പല അനാചാരങ്ങളും ആചാരങ്ങളും നേർച്ചപ്പെട്ടിയാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഉണ്ട്. എന്നാൽ നേർച്ചപ്പെട്ടി എന്ന് എടുത്ത് അത് സ്പെസിഫിക്കായിട്ട് നാം പറയുന്നത്, ഇവിടെ വിശേഷിപ്പിച്ചത്, ഇദ്ദേഹം പറഞ്ഞത് ബദ്രീങ്ങളുടെ നേർച്ച എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പിന്നീട് അത് എവിടേക്കാണ് എത്തിയത് എന്നറിയോ? മഹാന്മാരുടെ നേർച്ചകൾ, ഉറൂസുകൾ, പെട്ടിവരവ്, ചന്ദനക്കുടം, അവിടേക്ക് എത്തിയില്ലേ? അവിടെയൊക്കെ മെയിനായിട്ട് ആ നേർച്ചപ്പെട്ടിയാണ്. ആ നേർച്ചപ്പെട്ടിയൊക്കെ എടുത്തിട്ട് ആ കടലിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അതിനോട് വലിയ പ്രിയം ഉണ്ടാവില്ല. അവിടെ വരുന്ന സമ്പത്ത്, പണം, അതുതന്നെയാണ് അവരുടെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും 100ാമത്തെയും. ഇതിനൊക്കെ വേണ്ടി ഇവരെ നേരത്തെ പറഞ്ഞ മറക്കുന്നതോ അല്ലെങ്കിൽ അവർ സ്വയം തന്നെ മറപ്പിക്കുന്നതോ ആയ ആ കാര്യങ്ങൾ എന്നുള്ളതാണ്. ബദ്രീങ്ങളുടെ നേർച്ചയിൽ എന്തായാലും DJ പാർട്ടി ഒന്നുമില്ലല്ലോ. ബദ്രീങ്ങളുടെ നേർച്ച പറഞ്ഞാൽ ബദ്രീങ്ങളുടെ നേർച്ച നമ്മ കണ്ട് തീരുമാനാക്കിയാൽ പോരെ. ബദ്രീങ്ങളുടെ നേർച്ച എന്ന് പറഞ്ഞപ്പോഴത്തിന് ആളുകൾ കൂളായി. ഇനി അവിടേക്ക് മഹാന്മാരുടെ നേർച്ച എന്നും കൂടി എൻ്റെ തിരികെ കയറ്റുക. അനാചാരങ്ങളുടെ കൂത്തരങ്ങുകളായ നേർച്ച പറമ്പുകളിലെ ആ കൂത്താട്ടങ്ങളെക്കുറിച്ച് ബദ്രീൻ്റെ പേര് പറഞ്ഞ് വെളുപ്പിക്കാനല്ലേ ഈ പൊന്നു സഹോദരൻ, ഈ ഉസ്താദ് കുട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എനിക്കിനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇത് വ്യക്തമായിക്കൊണ്ട് അനിസ്ലാമികമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തൊരു പുണ്യകർമ്മം ഇവർ പുണ്യമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നിങ്ങൾക്ക് മുൻപിലേക്ക് വരുമ്പോൾ നിങ്ങൾ അള്ളാൻ്റെ ദുനിയാവിൽ അള്ളാഹുവിൽ ഷഹാദത്ത് ചെയ്ത് മുസ്ലിമായ മനുഷ്യനായിട്ട് ജീവിക്കുകയാണെങ്കിൽ പൊന്നു സഹോദര ചോദിക്കണം, അതിൻ്റെ തെളിവെന്താണ്? പ്രവാചകൻ, സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ, നിങ്ങളൊക്കെ ഒരു മദ്ഹബിൻ്റെ ആളായിട്ടാണല്ലോ നടക്കുന്നത്. ആ ആളുകളെ നിങ്ങൾ ചിന്തിക്കുക സ്വയം. അതിനുശേഷം ഇതുപോലെയുള്ള ഉസ്താദുമാരോട് ചോദിക്കുക, പൊന്നു ഉസ്താദെ, ഓരോ കാര്യങ്ങളും ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെടുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും സ്വഹീഹായ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലാണ്. പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നത്. പിന്നെ എവിടുന്നാണ് ഇത് കിട്ടിയത്? ഇതിൻ്റെ തെളിവൊന്ന് പറയൂ ഉസ്താദേ എന്ന് ചോദിക്കാൻ നിങ്ങൾ ആർജവം കാണിക്കുന്ന പക്ഷം ഇതുപോലെയുള്ള ചിന്താഗതികളുമായി, വാദങ്ങളുമായി ഇവർ നിങ്ങൾക്ക് മുൻപിൽ ധൈര്യസമേതം വന്ന് ഈ വെല്ലുവിളി നടത്തുന്നത് അവസാനിക്കും എന്ന് തന്നെയാണ് പറയുവാനുള്ളത്. മക്ക മണലാരണ്യത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുടെ മുമ്പിലും വെല്ലുവിളിയല്ല നടത്തിയത്. സത്യം സത്യമായിട്ട് വിശദീകരിക്കുകയും സ്ഥാപിക്കുകയുമാണ് ചെയ്തത്. അവരുടെ കയ്യിൽ സത്യമില്ലാത്തത് കാരണം തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മിലേക്ക് ലഭിച്ച പരിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം, അള്ളാഹുവിൻ്റെ സംസാരം മാറ്റിവെച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം ഇതെല്ലാം തഴഞ്ഞുകൊണ്ട് പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പൊന്നു സഹോദരന്മാരെ,
പരിശുദ്ധ ദീനിൽ എന്തൊരു കാര്യം പുണ്യമാണ് എന്ന് പറഞ്ഞു വരുന്നുണ്ടോ, സുന്നത്താണ് എന്നോ ഫറലാണ് എന്നോ പറഞ്ഞു വരുന്നുണ്ടോ, അതിന് ഷർത്തുകളുണ്ടാകും. ഇതിൻ്റെ ഷുറൂത്തുകൾ എന്താണ് നിങ്ങൾ പറയേണ്ടതുണ്ട്. ഫർളുകളുണ്ടാകും, അതിൻ്റെ ഫർളുകൾ എന്താണ്, റുക്കുനുകൾ എന്താണ്, ഇതിൻ്റെ മുൻമാതൃക എന്താണ്, ഇതെല്ലാം പറയാൻ അവർക്ക് വൈക്ലഭ്യമുണ്ടാകും, വിമ്മിഷ്ടമുണ്ടാകും. എന്നാൽ ഇത് ചോദിക്കാൻ നിങ്ങൾക്ക് ഭയമോ അതല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും വികാരങ്ങളോ വിചാരങ്ങളോ ഉണ്ട് എങ്കിൽ ഇനി നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല എങ്കിൽ പ്രിയരെ, ചോദിച്ചു നോക്കുക, ഇതിന് ഇസ്ലാമിൽ എന്ത് സ്ഥാനമാണുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.